ഹ്യൂസ്റ്റനെ പറ്റി എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഏത് രാജ്യത്തെ ഫുഡ് വേണമെങ്കിലും കിട്ടും. സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വിയറ്റ്നമീസ് ഫോ കഴിക്കാനാണ്. അതാണെങ്കിൽ ഒരു ലൈക്ക് സൂപ്പ് ബേസ്ഡാ ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ബിക്കോസ് കുറേ കോളേജിനുണ്ട്. ഈ ബോൺ ബ്രോത്ത് വെച്ചാൽ ഇത് സൂപ്പിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയായി. ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നേക്കും. Are you guys excited? Because I'm really excited. സോ ഇതാണ് ഈ കടയുടെ മെന്യു. ഇവിടെ നോക്കിയാൽ വേറെ ഡിഷ് ഉണ്ട്. പക്ഷേ ഈ ഫോ നൂഡിൽ സൂപ്പാണ് ഇവരുടെ ഒരു സ്പെഷ്യൽറ്റി. വേറെയും കുറേ ഉണ്ട്. സോ ഇത് നമ്മുടെ ഫോ ആണ് നല്ല വണ്ടത്. ഇതിൻ്റെ കൂടെ കുറേ അവർ ലൈമും ഇതും ഇടാൻ വേണ്ടി ഫോനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി തരും. എൻ്റെ ഫോയിൽ ഞാൻ ബീഫ് ഓർഡർ ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ഷ്രിംപ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഈ ബ്രോത്ത്. നമുക്ക് കാണുമ്പോൾ തോന്നും അതിനകത്ത് ഫ്ലേവറൊന്നും ഇല്ലയെന്ന് വെച്ചാൽ വെള്ളം പോലെ ഇരിക്കുമല്ലേ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈസസ് ഒന്നും ഉപയോഗിക്കാതെ ഇവരെങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഈ ബ്രോത്ത് എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ കുറേ ചില്ലി ഓയിലും സോസും ഒക്കെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് ഇതിൻ്റെ ബ്രോത്ത് നമുക്ക് കേട്ടർ ചെയ്യും. ഞാൻ സാധാരണ ചില്ലി ഓയിലും ഫിഷ് ഓയിലും ഓയിസ്റ്റർ സോസും സിറാച്ചയും ഇടും. ഞാൻ കുറേ സിറാച്ച ഇടും. ഇപ്പോഴാണ് ഞാൻ കുറേ സിറാച്ച വാരിക്കോരി ഇടുന്നത്. എനിക്ക് സിറാച്ച ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് നല്ല എരിവ് നല്ല ഫോനായിട്ട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സോ ഇതാ ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോകും. നൂഡിൽസും എല്ലാ ഫ്ലേവറും കൊണ്ട് അടിപൊളി. ലൈക്ക് ഇത് നോക്കുമ്പോഴേ എനിക്കങ്ങ് കൊതിയാവുന്നു. ഫാൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിച്ച് തീർക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ സ്മോളസ്റ്റ് ബോൾ ഓർഡർ ചെയ്തിട്ട് പോലും ഇവിടെ കഴിച്ച് മത്തടിച്ചിരിക്കും. ഇവിടെ കഴിച്ച് തീർക്കാനേ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും കഴിച്ച് തീർത്തതാണ്. ബട്ട് എന്നാലും നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു.